ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാളത്തിൻ്റെ സ്വന്തം കൃഷ്ണപ്രസാദ് ചേട്ടനാണ്. അതിനിടയിലല്ല, അതാണ് കൃഷിയാണ് മുൻപന്തിയിൽ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സിനിമ സീരിയൽ. ഞാനിപ്പം എൻ്റെ ഒരു പുതിയ കാൽവെപ്പെന്ന് പറഞ്ഞാൽ ഞാനൊരു പുസ്തകം എഴുതി എന്നുള്ള ഈ ജീവിതത്തിലെ അനുഭവങ്ങൾ. തീർച്ചയായിട്ടും ആണ്. അത് അനുഭവങ്ങൾ എന്നുള്ളത് മാത്രമല്ല, അതിന് അവതാരി എഴുതുന്നത് നമ്മുടെ ദാദാ ഫാൽക്കെ, പത്മഭൂഷൺ, കേണൽ ഡോക്ടർ മോഹൻലാലാണ്. ഹൃദയപൂർവ്വം കർഷക നടനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹൃദയപൂർവ്വം കർഷക നടൻ എന്നാക്കിയതും അവതാരി എഴുതി തന്നതും. ഇതൊരു അപ്പർ കുട്ടനാടൻ മേഖലയാണ്. കുട്ടനാടൻ മേഖല എന്ന് പറയുന്നത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുക ഇപ്പം. അപ്പോൾ അതിൻ്റെയൊക്കെ കർഷകർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതിനകത്തൊക്കെ ഇടപെടുക, അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വാഴ 2 എന്ന് പറഞ്ഞൊരു പടം കൊമ്പനൊക്കെ പതുക്കെ ഉണ്ടാവും, വരുന്നതേ ഉള്ളൂ. അതെ വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല, എന്നാലും ഒരു ചെറിയ സെലിബ്രിറ്റി കം ഒരു കർഷകനായതുകൊണ്ട് ഇപ്പം നിങ്ങളാണേലും വന്ന് തന്നെ എടുക്കുന്നത്. അല്ല, ഒരു ദുഃഖം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ഒരു ചവിട്ടുപടി എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ മരണമാണ്. MD സാറൊക്കെ ഇങ്ങനെ ഗൗരവത്തിലിരിക്കും, ആരും പോയി ചോദിക്കത്തില്ല, അങ്ങനെയാണ്. പക്ഷേ ഞാൻ പോയി തൊഴുത്, സാറേ ഒരു ഫോട്ടോ എടുത്താൽ നന്നായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത കാലങ്ങളിൽ പോലും ഞാൻ ശിവാജി ഗണേശനോടൊപ്പം അഭിനയിച്ച അദ്ദേഹത്തിനെ പറ്റിയുള്ള ബുക്കിൽ പോലും ആ ഒരു നമുക്കൊരു പരാമർശം, പുണ്യമായിട്ട് അഭിനയിച്ചത് കൃഷ്ണപ്രസാദാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഒരു വരി വരാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇനി അതിൽ കൂടുതലൊന്നും ഇല്ല. അപ്പം ഞാൻ ഇനി നാളെ എവിടെയെങ്കിലും റോഡ് സൈഡിൽ പോലും മരിച്ചു വീണാൽ എന്നെ സംബന്ധിച്ചിടത്തോളം MDയുടെ നായകനെ പറയത്തുള്ളൂ. തീർച്ചയായും ആ സമയത്ത് അവിടുത്തെ അഭിനയിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. തിലകൻ സാറ്, നെടുമുടി വേണു, ലാലേട്ടൻ പറയണ്ടല്ലോ, ലാലേട്ടനുണ്ട്, പ്രകാശ് രാജ്. ഞാൻ ചോദിക്കട്ടെ, ലെജൻസ് അല്ലേ സോമേട്ടൻ? ഇങ്ങനെ എല്ലാവരും മലയാളത്തിൻ്റെ അഭിമാനങ്ങളായ എല്ലാവരും ഒപ്പമാണ് ശിവാജി സാറും കമലഹാസനും. അവിടെ പോലും ഇവരെല്ലാം കൂടെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതിൻ്റെ ഫോട്ടോ കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ ആ പുസ്തകം മമ്മൂക്കായുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ലാലേട്ടനത് നമ്മുടെ നാട്ടിലെ പ്രകാശനം ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഫൈറ്ററാണ്.